അങ്ങനെ നമുക്കിതാ ഒരു ബമ്പർ ബിസ്ക്കറ്റ് പാക്കറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് വൈസ് സൂപ്പറായിട്ടുള്ള ടേസ്റ്റുള്ള ഒരു ബിസ്ക്കറ്റായിരുന്നു. അപ്പോൾ അതാ ഗുഡ്ഡയുടെ നല്ല ജീരകത്തിൻ്റെ ഒക്കെ ഫ്ലേവറുള്ള ഒരു ബിസ്ക്കറ്റായിരുന്നു. അപ്പോൾ പാക്കറ്റൊക്കെ ഇതാ കാലിയാക്കിയിട്ടുണ്ട്. ഇതിനുള്ളിൽ കുട്ടി കുട്ടി കവറുകളായിരുന്നു. അതൊക്കെ മാറ്റിയിട്ട് നമുക്കതൊരു വലിയ കവർ കിട്ടിയപ്പോൾ നല്ല ഭംഗി തോന്നിയിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ്. ആ ഒരു മഞ്ഞ കളറൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗിയില്ലേ. ഇനി ഞാനിതാ കുഞ്ഞു കുഞ്ഞു നീളമുള്ള പീസുകളായിട്ട് ജസ്റ്റ് ഒന്ന് ഇതാ വെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലെ ഓരോ പീസസിൻ്റെ മുകളിലും ഇതാ ഇതുപോലെ ഹാഫായിട്ട് നമ്മളിങ്ങനെ അലുക്ക് പോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സിമ്പിളാണ്, വേറെ പണിയൊന്നുമില്ല. അതുപോലെ ഒന്ന് എല്ലാം ഇതുപോലെ 5 കഷ്ണങ്ങളൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതാ ഒരു ചുമ്മാ ഈർക്കലെടുത്തിട്ട് നമ്മളിത് ഓരോ പീസും ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുകയാണ്. അങ്ങനെ ഒരു 2, 3, 4 ഉണ്ടാക്കണം. എനിക്കൊരു 4 ഉണ്ടാക്കിയപ്പോഴേക്കും പിന്നെ കുറച്ച് മടി വന്നു. അപ്പം നമ്മളിത് അവിടെ നിർത്തിയിട്ടുണ്ട്. ഇതുപോലെ കുറേ എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല തിക്കായിട്ട് കിട്ടും. അങ്ങനെ ഓരോന്നും ഇതിൻ്റെ മുകളിൽ ഇതങ്ങനെ വേൾ ചെയ്തെടുത്തിട്ട് ടോപ്പിലും അതുപോലെ തന്നെ എൻഡ് പോർഷനിൽ നമ്മളിതാ ഒന്ന് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. യെല്ലോ കളർ ഇതുപോലെ പല പല കളറുള്ള റേപ്പേഴ്സ് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ടിരിക്കും. മുൻപ് നമ്മളിതായത് പോലെ ഒരു കവർ ഉപയോഗിച്ചിട്ട് ഒരു ഒക്ടോപ്പസിനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർ അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. ഇതുപോലെ കുഞ്ഞു ഒത്തിരി വീഡിയോസ് നമ്മുടെ ഷോർട്ട് വീഡിയോസിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വെച്ചാൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത്. ഒരു ഹാർട്ടൊക്കെ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളിത് അതുപോലെ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ചെയ്ത് ശരിയായില്ലെങ്കിലോ ചെയ്ത് ശരിയെങ്കിലോ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ ഇതിൻ്റെ എൻഡിൽ നമ്മളിത് ഓരോ മണിമുത്തുകളും കൂടിയിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പോകുന്നുണ്ട്. ഇത്രയായപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് പീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അത്യാവശ്യം വേണ്ടത് ഒരു കുപ്പിയാണ്. അപ്പോൾ ഒരു ബോട്ടിലെടുത്തിട്ട് നമ്മളിതിൻ്റെ ഉള്ളിൽ ഇതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചുമ്മാ ബോട്ടിൽ അങ്ങനെ ഇരിക്കുന്ന കാണാൻ ഭംഗിയില്ല. അപ്പോൾ നമ്മളിത് ഈ റാപ്പർ തന്നെ ഒരു കഷ്ണം ഒന്ന് മുറിച്ചെടുത്തിട്ട് ജസ്റ്റ് ഇതിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പറമ്പിൽ ഇതാ ചുമ്മാ തേരാപാരം നടക്കുമ്പോൾ കിട്ടിയ ഒച്ചിൻ്റെ തൊണ്ടുകൾ നമ്മുടെ കയ്യിലുണ്ട്. അതും ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുത്തിട്ട് ഈ കുപ്പിയുടെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് ഈ കുപ്പീനെ മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ എന്തായാലും ഇത് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും പറഞ്ഞു വന്നത് അതായത് ഇതുപോലൊരു നമ്മുടെ ടേബിൾ ഡെക്കോ റെഡി ആയിട്ടുണ്ട്. ചുമ്മാ ഒരു ഫ്ലവർ വേസ് നമ്മുടെ ബുക്കൊക്കെ അടുക്കി വെക്കുമ്പോൾ ചുമ്മാ ഇതും കൂടി എടുത്തിരുന്നോട്ടെ. കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.